ജനശ്രീ 20ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. 14 ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 2000 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സുസ്ഥിര വികസന ലക്ഷ്യം വെച്ചാണ് ഈ സന്നദ്ധ സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. 20 വർഷക്കാലമായി നമ്മൾ ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. 30,000-ത്തിലധികം കേരളത്തിലാകെയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് 3000 സംഘങ്ങൾ. കുടുംബ കൂട്ടായ്മയിലൂടെ ജനകീയ കൂട്ടായ്മ എന്ന ആശയത്തിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാരിതര സ്വാശ്രയ പ്രസ്ഥാനമായി മാറിയ ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ 20ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1, 2 തീയതികളിലായി കോഴിക്കോട് നടക്കും. ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ സെക്ഷനുകളിൽ സംബന്ധിക്കും. ഗാന്ധി സ്മൃതി സദസ്സ്, വിവിധ കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനം, കലാപരിപാടികൾ, ഉൽപ്പന്ന വിപണന മേള എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണി കണ്ടെത്തും. ഇതിനാവശ്യമായ കർമ്മ പദ്ധതികൾക്ക് പ്രതിനിധി സമ്മേളനം രൂപം നൽകും. ജൈവഭവനം, സന്തുഷ്ടഗ്രാമം പദ്ധതി നടപ്പാക്കാൻ പ്രത്യേക കർമ്മസേന രൂപീകരിക്കും. പഴം, പച്ചക്കറി, ധാന്യങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സ്വാശ്രയ സംഘങ്ങൾ എന്നിവരുടെ കൂട്ടായ്മയിൽ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, കാർഷിക മേഖലയിൽ വലിയ ഇടപെടലുകൾ ഈ അടുത്തൊരു വർഷക്കാലം നടത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ഈ സമ്മേളനത്തിൽ രൂപീകരിക്കും. ജനശ്രീ ജില്ലാ ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ കൊളക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.